നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷുസംക്രമത്തിന്റെ ഫലമായി അനിഴം നക്ഷത്രക്കാർക്ക് അടുത്ത 2027 വിഷു വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഉണ്ടാകാവുന്ന പൊതുഫലങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച പകൽ 9:32 മേടവിഷു സംക്രമണം. അന്നേ ദിവസം ചൊവ്വാഴ്ചയും ചതയം നക്ഷത്രവുമാണ്. മേടരവി സംക്രമം ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷം ആയതിനാൽ 2026 ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് വിഷുവായി ആഘോഷിക്കപ്പെടുന്നത്. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. പുതുവർഷത്തിന്റെ തുടക്കമായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴും ഏപ്രിൽ 14 വരുന്ന സൂര്യന്റെ മാറ്റവും ഏപ്രിൽ 2 മുതലുള്ള ചൊവ്വ ശനി യോഗവും ലോകത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷു സമയത്തെ ഗ്രഹനിലയുടെ ഫലമായി നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴമാറ്റത്തിനു ശേഷം സാവധാനം സമാധാനത്തിലേക്ക് പോകുന്നതാണ്. വിഷുഫലം ഒരിക്കലും ഗോചരാൽ ചിന്തിച്ചല്ല പറയുന്നത്. അതായത് നിലവിൽ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിവ ഉണ്ടെങ്കിലും അത് ഇതിൽ ബാധകമല്ല. വിഷു സംക്രമത്തിന്റെ ഫലമായി 18 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. അതിൽ അന്ത്യഷഡ്ഗത്തിൽ വരുന്നത് അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവർക്ക് നേതൃഗുണം, രാഷ്ട്രീയ രംഗത്തു ഗുണം, മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവ്, മേലധികാരികളുടെ പ്രീതി, ജോലിസ്ഥലത്ത് ഉയർച്ച, അധികാരസ്ഥാനം, അംഗീകാരം, പഠനത്തിൽ ഉയർച്ച, ബിസിനസ്സിൽ ലാഭം, കുടുംബക്ഷേമം, കുടുംബവുമായി യാത്ര പോകുക, അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷക്കാലം. ഇനി അന്ത്യഷഡ്ഗത്തിലുള്ളതായ അനിഴം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നക്ഷത്രപ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെ പറ്റിയുള്ള വിവരങ്ങളും ചെയ്യേണ്ട വഴിപാടുകളും ഒപ്പം ധനസൗഭാഗ്യത്തിനായി രത്നമോ ഏലസോ രുദ്രാക്ഷമോ ധരിക്കേണ്ടത് ജാതക പ്രകാരം അത്യാവശ്യമെങ്കിൽ മാത്രം ആ വിവരവും ഒപ്പം വിശദമായ ഫലങ്ങളും അടങ്ങിയതും ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ടതുമായ ജാതകത്തിന്റെ PDF ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. അനിഴം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് ഈ വിഷുവിന് ശേഷം പിതാവിന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹത്താൽ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ്. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലിമാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലി സ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. ഇവർക്ക് വിഷുവിന് ശേഷം ക്ഷേത്ര ഉത്സവാദികളുടെ ചുമതലകളോ നടത്തിപ്പോ ഏൽക്കേണ്ടതായി വരുന്നതാണ്. കൃഷികാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയും പുതിയ കൃഷിരീതികൾ അവലംബിക്കാനിടയാകുകയും ചെയ്യും. ഇവർക്ക് വ്യാപാര രംഗം വിപുലീകരിക്കുന്നതിന് ആവശ്യമായ വായ്പകൾ ലഭിക്കും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. വിദേശ രാജ്യത്തുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്ന ചില കേസുകളും മറ്റും അനുകൂലമാകുകയും
വിദേശത്തേക്ക് പോകാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറുകയും ചെയ്യും. സാമ്പത്തിക നില ഉയരുന്നതിനാലും അപ്രതീക്ഷിത സൗഭാഗ്യത്താലും കടബാധ്യതകൾ ഒട്ടൊക്കെ പരിഹരിക്കാനാകും. നിലച്ചുപോയ തന്റെ വിദ്യാഭ്യാസം തുടരാനും അതല്ലെങ്കിൽ പഠിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനും സാധ്യതയുള്ള കാലമാണ്. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം കൈവരികയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. വിഷുവിന് ശേഷം അനിഴം നക്ഷത്രക്കാർക്ക് ആത്മപരിശോധന വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. സ്വന്തം ജീവിതത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന പ്രവണത കൂടുതലാകും. ചില സമയങ്ങളിൽ ഇത് മാനസിക സമ്മർദ്ദമായി തോന്നാമെങ്കിലും ദീർഘകാലത്തിൽ ഇത് വ്യക്തിത്വ വളർച്ചയ്ക്ക് സഹായകമാകും. പഴയ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകാനുള്ള മനോഭാവം ഈ സമയത്തിന് ശേഷം ശക്തമാകും. തന്റെ പുണ്യകർമ്മങ്ങൾ കൊണ്ടും സർപ്പാനുഗ്രഹം കൊണ്ടും ജീവിതത്തിൽ ഒരുവിധ ദോഷങ്ങളെല്ലാം മാറി നിൽക്കുന്ന സമയമാണിത്. താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ്. പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും. പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും. മുതിർന്നവർക്ക് വഴിവിട്ട ചില ബന്ധങ്ങൾ വന്നുപെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്നാൽ അത്തരം ബന്ധങ്ങൾ നിമിത്തം കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ്. പൊതുമേഖലയിൽ അതുപോലെ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ രംഗത്ത് വലുതായ മാറ്റങ്ങൾ അനുഭവപ്പെടും. ദീർഘദൂര യാത്രകൾ അതല്ലെങ്കിൽ രാത്രി യാത്രകളെല്ലാം ചുരുക്കുന്നതാണ് നിലവിൽ നല്ലത്. അനിഴം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവരായതിനാൽ തുറന്ന ആശയവിനിമയം ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. അടുത്ത ബന്ധുക്കളുമായോ മറ്റോ ഉണ്ടായിരുന്ന കലഹങ്ങൾക്ക് ചെറിയ ആശ്വാസം ലഭിക്കും. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. സർക്കാർ സംബന്ധിയായി കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി പുതിയ വലിയ വർക്കുകൾ ലഭിക്കാൻ ഇടയാകും. പണ്ട് നഷ്ടപ്പെട്ടു പോയതായ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിഷുവിന് ശേഷം അപ്രതീക്ഷിതമായി കൈവന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും തനിക്കിഷ്ടപ്പെട്ട വണ്ടിയെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യും. വാഹന ഡീലർഷിപ്പ് നടത്തുന്നവർക്ക് രേഖാ സംബന്ധിയായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. അനിഴം നക്ഷത്രക്കാരുടെ ദേവതയായ ശനിയുടെ അതിദേവത ശാസ്താവായതിനാൽ ശാസ്താ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.